ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു പ്രോൺസ് ബിരിയാണി ട്രൈ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കായം പരട്ടി വെക്കാട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കായം പരട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നല്ലൊരു ഫ്ലേവറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കുക. പല നാട്ടിലും പല പേരുണ്ടായിരിക്കില്ല ഇതിന്. നമ്മുടെ നാട്ടിൽ ചെമ്മീൻ എന്നാട്ടോ പറയുക. പിന്നെ ചിലർക്ക് കൊഞ്ച് എന്ന് പറയും തോന്നണം. അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഏലക്കായ, അട്ട, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണില്ല, 1.5 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. സവാള കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് പൊടികളാട്ടോ ചേർക്കണുള്ളൂ. കുരുമുളക് പൊടി 1 ടീസ്പൂണ്, അതുപോലെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് നമ്മളിത് ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ ചെമ്മീനിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. സവാള, ക്യാപ്സിക്കം, അതുപോലെ ബേ ലീഫ്, പട്ട, ഏലക്കായ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് വെക്കണമെന്ന് നമ്മളിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഒരു പരിധി ഉണ്ടല്ലോ ഷോർട്ട്സ് ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചോറ് നോർമലായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ദമ്മിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചോറിട്ട് കൊടുക്കുക, അതിന് മുകളിൽ മസാല ഇട്ട് കൊടുക്കുക, ചോറിട്ട് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക, ചോറിട്ട് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.